ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ലോങ് വീഡിയോ ആണ്. അതും ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ഇടുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോസ് ഒന്നുമല്ല. ഇന്നത്തേത് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ എൻ്റെ ഒരു പർച്ചേസ് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പോയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ ഇനി കുറച്ച് ആളുകൾ കൂടെ മതി. അപ്പം നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ ഷോർട്സ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോ ഉടനെ വരും. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 7-7:30 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ച് പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. പോകുന്ന പോക്കി വീട്ടിൽ നിന്ന് ഹെൽമറ്റൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. കാരണം നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എന്നെ കൂട്ടാൻ എൻ്റെ ഹസ്ബൻഡ് വരും. അവിടെ നിന്ന് നേരെ പോയത് പത്തനംതിട്ടയിൽ നിന്ന് പ്രിയദർശിനിയിലാണ്. സൈഡ് സീറ്റൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഒരു ഹെഡ്സെറ്റൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് പോയത്. കുറച്ച് നേരം കിടന്നുറങ്ങി നേരെ കണ്ണ് തുറന്നപ്പോൾ നമ്മൾ കണ്ടത് കൊല്ലമാണ്. നമ്മൾ കൊല്ലത്തേക്കാണ് സാധനം എടുക്കാൻ പോയിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്നും ഇൻസ്റ്റഗ്രാം ഷോപ്പിൽ നിന്നൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്യുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ടൊരു ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് ഈ വീഡിയോ എടുക്കുന്നതിലും കാണുന്നതിലുമെല്ലാം. കൊല്ലത്ത് ചെന്നപ്പോഴേക്കും അവിടെ കൂട്ടാൻ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കാണ് നേരെ പോയത്. അവിടെ ചെന്ന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതാ എടുക്കേണ്ടതെന്ന് നമുക്ക് കൺഫ്യൂഷനായിപ്പോവും. അതുപോലെ കളക്ഷൻസ് ഉണ്ട്. അവിടുന്ന് പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്യാനായിരുന്നു. അതിനാണ് ഞാൻ മെയിനായിട്ട് പോയിട്ടുള്ളത്. കുറച്ച് ഫ്രെയിമും ബോക്സും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു. കുറച്ച് ഫ്ലവർ ബഞ്ചസൊക്കെ ഏറെ എടുത്തിട്ടുണ്ട്. ആ കടയിൽ കുറച്ചധികം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കടയിൽ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ചേറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ബില്ലൊക്കെ അടച്ച് കഴിഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്കിതൊരു ബോക്സിലാക്കി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ചേറെ ട്രാവൽ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ പാക്ക് ചെയ്താണ് തന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് തൊട്ടടുത്തൊരു ഹോട്ടലിലേക്കാണ്. അത് ഉച്ചയ്ക്കത്ത് നല്ല അടിപൊളി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കൂടെ ഒരു ഗ്രേപ്സ് ജ്യൂസും കൂടെ ഒക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വന്നു കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പോയത് ഷോപ്പിലേക്കാണ്. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് നേരെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിക്ക് കുറച്ചധികം ഏറെ ബേക്കറീസ് വാങ്ങിക്കാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം അമ്മച്ചി പോവുകയായതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തുവിടാൻ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് മഴ പെയ്തപ്പം അവിടെ സ്റ്റാൻഡിലൊന്ന് നിർത്തി നല്ല അടിപൊളി ഒരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നല്ല അടിപൊളി ട്രാഫിക്കായിരുന്നു. ട്രാഫിക്കെല്ലാം താണ്ടി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലായ പത്തനംതിട്ടയിൽ വന്ന് ലാൻഡ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് പെട്ടെന്നൊരു വർക്ക് കിട്ടി, ഫ്രെയിം വർക്ക്. അതിൻ്റെ പ്രിൻ്റ് എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ വന്ന് പ്രിൻറ്റും എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിടുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.